ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോഴാട്ടോ പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത്. നല്ല മഴ കാരണം രാവിലെ തന്നെ ഉറങ്ങി എണീക്കാൻ ഒട്ടും മൂടുണ്ടായിരുന്നില്ല. കുറേ നേരം കിടന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് അല്ല കേട്ടോ, ഇന്ന് നമ്മൾ ഒരു കുട്ടി ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആട്ടോ ഒന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 2 ദിവസം കൊണ്ട് നല്ല മഴയാട്ടോ, തുണിയൊന്നും ഉണങ്ങാനുള്ള വഴിയില്ല. അപ്പോൾ ഞാൻ എല്ലാം മുകളിൽ കയറ്റി വെച്ചിരിക്കുവാണ്. കുറേ ഡ്രസ്സ് അലക്കാനും ഉണ്ട് കേട്ടോ, ഒന്നും അലക്കാനും ഒന്നും പറ്റുന്നില്ല. നമുക്കൊന്നും പുറത്തൊന്നും വിരിച്ചിടാൻ പറ്റാത്ത കാരണം അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ വേഗം അടുക്കളയ്ക്ക് വന്നു. അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ കേരള സ്റ്റോറിൽ പോയപ്പോൾ മേടിച്ചതാണ്. പക്ഷേ ഇതിന് വലിയ ടേസ്റ്റും മണോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മേടിച്ചപ്പോൾ അങ്ങനെ ഒരു 5 കിലോൻ്റെ ഒരു പാക്കറ്റ് അങ്ങനെ മേടിച്ച്. സാധാരണ ഞങ്ങൾ 1 കിലോൻ്റെ ഒരു പാക്കറ്റൊക്കെ മേടിക്കാറുള്ളൂ കേട്ടോ. ഒരു പിങ്ക് കവറായിരിക്കും, അതിനകത്ത് നല്ല അരിയും നല്ല മണമൊക്കെ ആട്ടോ. പക്ഷേ ഇതൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനാണെങ്കിലും തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു തക്കാളി റൈസ് ഉണ്ടാക്കാമെന്നേ, തക്കാളി ചോറ്. അപ്പോൾ ബിരിയാണി അരിയും കൊണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ തക്കാളി ചോറ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും സാധാ അരി കൊണ്ട് തന്നെ കേട്ടോ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിലുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് പേസ്റ്റൊക്കെ ആക്കി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പം നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ ഞാൻ അരിയൊക്കെ കുതിർത്ത് ഞാൻ ഒരു 2.5 ഗ്ലാസ് അരി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. 2.5 ഗ്ലാസ് അരിക്ക് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഞാനിവിടെ കുക്കറിലാട്ടോ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പട്ട, ഗ്രാമ്പൂ അതുപോലെ ഇലാച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 4-5 ഉള്ളി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കിട്ടും. എന്നിട്ട് നല്ലപോലെ വഴറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിരുന്നു ആദ്യം ഇടുന്നത്, പക്ഷെ അത് മറന്നു പോയിട്ടോ. എന്നിട്ട് അടിയിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ടാട്ടോ ഞാൻ പിന്നെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുളിക്കാനൊക്കെ വെള്ളമൊക്കെ വെക്കാൻ പോയി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം ഒഴിക്കാനുള്ള കാര്യം തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഇടയിൽ കൂടെ അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സൈഡിലാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് എന്താ പറയുക, പച്ചമണം മാറുന്നവരെ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, 2 ടീസ്പൂണ് ചിക്കൻ മസാല, ഒരു 3/4 ടീസ്പൂണ് മീറ്റ് മസാലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. ഇനി ഇതിൻ്റെ മണമൊക്കെ മാറുന്ന ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കാറ്. ഞാൻ പച്ചക്കറികളൊക്കെ ഇതുപോലെ വേവിക്കുന്ന സമയത്ത് എന്താ പറയുക, പൊടികളൊക്കെ ഇട്ടിട്ട് അത് വെന്തതിന് ശേഷം ആ ഒരു മണം മാറിയതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ എപ്പോഴും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അതാ ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയ ഉള്ളി 2-3 യൂസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ വളരെ ചെറിയ വലിയ ഉള്ളികളായിരുന്നേ, അതായത് വലിപ്പം കുറവായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതിനകത്തൊരു 2 വലിയ ഉള്ളി എടുത്താൽ തന്നെ ധാരാളമായിരിക്കും. പച്ചക്കറികൾ അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അത്രയും പച്ചക്കറികൾ എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് തക്കാളി ചോറാണല്ലോ ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് കൂടുതൽ തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അരി എടുത്ത് അതേ മെഷർമെൻറ്റ് കപ്പിലാട്ടോ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ഗീയും അതുപോലെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ വെള്ളത്തിലോട്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അരിയും അതുപോലെ ആ വെള്ളവും ഒപ്പം ഒരു ലെവലിലായി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ എന്താ പറയുക, തീ ഒന്ന് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ അടപ്പിട്ട് മൂടിയിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിലാണ് വേവിച്ചത്. അത് കഴിഞ്ഞ് ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ 10 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും മോനും കൂടെ പോയി പെട്ടെന്നൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നേ. ഇനി പെട്ടെന്ന് മോന് ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോഴേക്കും ഏട്ടൻ വരും. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏട്ടനും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അറിയില്ല ഇനിയിപ്പോൾ ഏട്ടൻ എത്ര ലേറ്റ് ആകുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതാ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് കച്ചമ്പറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടന് കച്ചമ്പർ ഇങ്ങനത്തെയൊക്കെ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഏട്ടന് കച്ചമ്പറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏട്ടൻ നന്നായി കഴിച്ചോളൂ കേട്ടോ ഭക്ഷണം. അപ്പോൾ ഇനി കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഉള്ളി, തക്കാളി അതുപോലെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ തൈരിക്ക് തന്നെ ഉപ്പും അതുപോലെ കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് കച്ചമ്പറും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
സാധാരണ ഞാൻ കച്ചമ്പർ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞു വെക്കില്ല. അപ്പോൾ അതിനകത്തായിട്ട് ഉപ്പ് ചേർക്കുക, എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആ ഉള്ളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ കച്ചമ്പർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയേ. പിന്നെ മോന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ 2 വായി കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഞാൻ ആദ്യം തന്നെ കച്ചമ്പറിൻ്റെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് റൈസിൻ്റെ ടേസ്റ്റ് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഉള്ളീൻ്റെ ചുവ മാത്രമായിരുന്നു കേട്ടോ എൻ്റെ വായിലുണ്ടായിരുന്നത്. പിന്നെ മോന് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടൻ്റെ വരവും അതുപോലെ വെള്ളം വണ്ടീൻ്റെ വരവും എല്ലാം ഒന്നിച്ചായിരുന്നു. പിന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഭക്ഷണം സിമ്പിൾ ആണെങ്കിലും ഏട്ടനും കുട്ടിക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. മാത്രമല്ല ഇന്ന് എന്തായാലും ആരും ഒരു പരാതി ഇല്ലാതെ മിണ്ടാതിരുന്ന് കഴിച്ചോളും. ആ ഒരു ഭാഗ്യമുണ്ട്. ഇന്ന് എന്തായാലും എന്താ പറയുക, ബാക്കി ഉണ്ടെങ്കിലും നമ്മൾ രാത്രി എന്തായാലും ഇത് തന്നെ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കണേ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാതെ പോകരുതായിട്ട്, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.